ഹലോ നമസ്കാരം. എല്ലാ അമ്മമാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം അവിലും പഴവും ചേർത്തുള്ള ഒരു കുറുക്കിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ശരീരപുഷ്ടിക്ക് അമ്മമാർ പണ്ടുകാലം മുതലേ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു റെസിപ്പിയെക്കുറിച്ചാണ്. ഒരു നേഴ്സ് എന്ന നിലയിൽ ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സൂപ്പർ വെഗൻ ഫുഡുമാണിത്. നേന്ത്രക്കായ പൗഡറും ഈന്തപ്പഴവും ചേർത്തുള്ള കുറുക്ക്. ഞാൻ ഡ്യൂട്ടിയിലായിരുന്ന സമയത്ത് ഒരമ്മ വന്ന് എന്നോട് ചോദിച്ചു, സിസ്റ്ററെ, കുഞ്ഞിന് ഹോം മെയ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ ഒട്ടും കെമിക്കൽസ് ഇല്ലാത്ത നല്ലൊരു വെയിറ്റ് ഗെയിൻ പൗഡർ പറഞ്ഞു തരാമോ എന്ന്. അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തത് നേന്ത്രക്കായ ഉണക്കി പൊടിച്ച കുറുക്കാണ്. ഇതിലേക്ക് അയൺ കിട്ടാൻ വേണ്ടി ഈന്തപ്പഴം കൂടി ചേർത്തപ്പോൾ കുഞ്ഞിൻ്റെ പ്രതിരോധ ശേഷിയും കൂടി, ശരീരവും നല്ലതുപോലെ വണ്ണം വെച്ചു എന്ന് ആ അമ്മ പിന്നീട് പറയുകയുണ്ടായി. എന്തുകൊണ്ട് നേന്ത്രക്കായ പൗഡറും ഈന്തപ്പഴവും കൊടുക്കാം കുട്ടിക്ക്? ആരോഗ്യകരമായ ശരീരപുഷ്ടിക്ക്. അതായത് പച്ച നേന്ത്രക്കായ ഉണക്കിപ്പൊടിച്ചതിൽ ഉയർന്ന അളവിൽ കലോറിയും പ്രകൃതിദത്ത അന്നജവും അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞിൻ്റെ കവിളും ശരീരവും നല്ലതുപോലെ ഉരുണ്ടുവരാൻ സഹായിക്കും. ഈന്തപ്പഴത്തിൽ പ്രകൃതിദത്തമായ അയൺ അടങ്ങിയിട്ടുണ്ട്. ഇത് കുഞ്ഞുങ്ങളിലെ വിളർച്ച മാറ്റി നല്ല ഉഷാറാക്കാൻ സഹായിക്കും. ദഹനം സുഗമമാക്കുന്നു. പച്ചക്കായപ്പൊടി ചെറിയ ചൂടിൽ നെയ്യ് ചേർത്ത് കുറുക്കുമ്പോൾ കുഞ്ഞുങ്ങളുടെ വയറിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല. ഇത് തയ്യാറാക്കേണ്ട രീതി പറയാം. ആവശ്യമുള്ള സാധനങ്ങളാണ് ഹോം മെയ്ഡ് നേന്ത്രക്കായ പൗഡർ. നേന്ത്രക്കായ ഉണക്കി പൊടിച്ചതാണ്. 2 വലിയ സ്പൂൺ എടുക്കാം. അതിലേക്ക് ഇനി വേണ്ടത് നല്ല സോഫ്റ്റായ 2 ഈന്തപ്പഴമാണ്. മൂന്നാമതായി വേണ്ടത് 1/2 ടീസ്പൂൺ പശുവിൻ നെയ്യാണ്. ആവശ്യത്തിന് വെള്ളവും വേണം. ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരാം. ആദ്യം ഈന്തപ്പഴത്തിൻ്റെ കുരുവും മുകളിലെ ഞെട്ടും കളഞ്ഞ് അല്പം ചെറിയ ചൂടുവെള്ളത്തിൽ 15 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. ഇതിനുശേഷം ഇത് നല്ലതുപോലെ ഉടച്ച് പേസ്റ്റ് പരുവത്തിലാക്കുക. ഒരു പാത്രത്തിൽ 2 സ്പൂൺ നേന്ത്രക്കായ പൗഡറും ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് കട്ടകളൊന്നുമില്ലാതെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി അത് അടുപ്പത്ത് വെച്ച് ചെറിയ തീയിൽ തുടർച്ചയായി ഇളക്കിക്കൊണ്ട് കുറുക്കിയെടുക്കുക. കായപ്പൊടി പെട്ടെന്ന് കട്ട പിടിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് കൈവിടാതെ ഇളക്കണം. കുറുക്ക് പകുതി വെന്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴം പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. എല്ലാം നന്നായി വെന്ത് പാകമാകുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കുന്നതിന് മുമ്പ് 1/2 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഇളക്കുക. ചൂടാറുമ്പോൾ കുഞ്ഞിന് ഇത് കൊടുക്കാം. അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട്. വീട്ടിൽ തന്നെ കായ ഉണക്കി പൊടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഇല്ലാത്ത ഓർഗാനിക് പൗഡർ നോക്കി തന്നെ വാങ്ങണം. ഈന്തപ്പഴത്തിന് നല്ല മധുരമുള്ളത് കൊണ്ട് കുറുക്കിലേക്ക് പഞ്ചസാരയോ കൽക്കണ്ടമോ ചേർക്കേണ്ട ആവശ്യമില്ല. കായപ്പൊടി കുറുക്ക് ആദ്യമായി കൊടുക്കുമ്പോൾ 1 സ്പൂൺ അളവിൽ കൊടുത്ത് തുടങ്ങി പതുക്കെ അളവ് കൂട്ടുക. 6 മാസം കഴിഞ്ഞ കുട്ടികൾക്ക് ഇത് ധൈര്യമായി കൊടുക്കാം. പച്ചക്കായപ്പൊടി ചില കുട്ടികൾ നേരിയ മലബന്ധം ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ടാണ് ഇതിൽ നിർബന്ധമായും 1/2 ടീസ്പൂൺ നെയ്യ് ചേർക്കണം എന്ന് പറയുന്നത്. നെയ്യ് ദഹനം എളുപ്പമാക്കും. ഇത് നല്ല കനമുള്ള ആഹാരമായതുകൊണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഉച്ചയ്ക്കോ കൊടുക്കുക. രാത്രി കാലങ്ങളിൽ കൊടുക്കുന്നത് ഒഴിവാക്കണം. അപ്പോൾ അമ്മമാരെ, നമ്മുടെ നാട്ടിൽ പണ്ടുകാലം മുതലേ പ്രശസ്തമായ ഈ നേന്ത്രക്കായ പൗഡർ ഈന്തപ്പഴം കുറുക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായും കൊടുത്തു നോക്കൂ. പുറത്തുനിന്ന് വാങ്ങുന്ന കൃത്രിമ പൗഡറുകളേക്കാൾ എത്രയോ ഇരട്ടി ഗുണവും സുരക്ഷിതവുമാണ് നമ്മുടെ ഈ നാടൻ കുറുക്ക്. ഇത് വീട്ടിലുണ്ടാക്കി നോക്കിയിട്ട് കുഞ്ഞിന് വന്ന മാറ്റങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ഈ വീഡിയോ മറ്റമ്മമാർക്കുമായി ഷെയർ ചെയ്യാനും മറക്കരുതേ. എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോകൾക്ക് ഇതുവരെ നിങ്ങൾ നൽകിയ വലിയ പിന്തുണയ്ക്ക് നന്ദി. എൻ്റെ അറിവിലുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. തെറ്റുകുറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.